ഹലോ കുട്ടികളെ, കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്ക് ആലിബാബയുടെ ബാക്കി കഥ കേൾക്കണ്ടേ? ആലിബാബയുടെ സഹോദരനായിട്ടുള്ള കാസിം ഗുഹയ്ക്കകത്ത് കള്ളന്മാർ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ധനമെല്ലാം ഒറ്റയ്ക്ക് തനിക്ക് തന്നെ കിട്ടണം എന്നുള്ള വിചാരത്തോടു കൂടി അടുത്ത ദിവസം തന്നെ രാവിലെ കുറേ ഒട്ടകങ്ങളെയും കുറേ പെട്ടികളുമൊക്കെ ആയിട്ട് ഈ ആലിബാബ പറഞ്ഞു കൊടുത്ത വഴി കൂടി നടന്നിങ്ങനെ ഗുഹയുടെ അരികിലങ്ങോട്ട് എത്തി. അയാൾ ഗുഹയുടെ അടുത്ത് എത്തിയപ്പോൾ അവിടെ വലിയൊരു പാറക്കെട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ആലിബാബ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ വേഗം ആ പാറക്കെട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഡും ഡും തുറക്കട്ടെ വാതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അയാൾ ആ ഒട്ടകങ്ങളെയൊക്കെ പുറത്ത് കെട്ടിയിട്ട് ഈ വാതിലിങ്ങനെ തുറന്ന് കണ്ടപ്പോൾ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് ഈ പെട്ടികളൊക്കെ എടുത്ത്, കാരണം അവിടെ നിന്നെല്ലാം കൊണ്ടുപോകണമല്ലേ, അതിന് വേണ്ടിയിട്ട് ആ പെട്ടികളൊക്കെ കൂടി എടുത്ത് വേഗം ഗുഹയുടെ അകത്തേക്ക് അങ്ങോട്ട് കടന്നു. എന്നിട്ട് പറഞ്ഞു ഡും ഡും അടയട്ടെ വാതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, ആ വാതിൽ അങ്ങോട്ട് അടഞ്ഞു. അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച കണ്ടപ്പോഴോ കാസിമിന് തന്നെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. അത്ര അധികം അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സ്വർണങ്ങൾ, രത്നങ്ങൾ, നല്ല വില പിടിച്ച പട്ട് വസ്ത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കൂടി അയാളെ കണ്ടപ്പോൾ അയാളുടെ കണ്ണങ്ങോട്ട് മഞ്ഞളിച്ചു. അപ്പോഴത്തേക്ക് അയാൾക്ക് തോന്നലായി ഇതൊക്കെ എനിക്കിന്ന് തന്നെ ഇവിടുന്ന് ഇതൊക്കെ കൂടി കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് അയാൾ വേഗം താൻ കൊണ്ടുവന്ന പെട്ടികളിലൊക്കെ ഇങ്ങനെ കുത്തി നിറയ്ക്കാൻ തുടങ്ങിയിട്ടോ. അയാൾ വേറെ ഒന്നും ആലോചിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് എല്ലാം ഇങ്ങനെ കുത്തി കയറ്റി കൊണ്ടുവന്നേക്കണ പെട്ടികളിലൊക്കെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സമയം പോണതൊന്നും അയാൾ അറിയണില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്താ, കള്ളന്മാർ തിരിച്ചു വരാനുള്ള സമയമായിട്ടോ. കൃത്യം 12 മണിയായപ്പോൾ കള്ളന്മാർ അവർ മോഷ്ടിച്ചെടുത്ത സാധനങ്ങളൊക്കെ വീണ്ടും ഈ ഗുഹയെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ ഗുഹയുടെ അടുത്തേക്ക് അങ്ങോട്ട് എത്തി. അപ്പോഴാണ് കാസിമിന് ബോധം വന്നത്. അയ്യോ, അവരവിടെ എത്തിയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുക? അപ്പോഴേക്കും ആൾക്ക് ആകെ പേടിയായിട്ടോ. എന്താ വേണ്ടേ എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ടായി. ആ പേടിയുടെ ഇടയ്ക്ക് എങ്ങനെയാണ് വാതിൽ തുറക്കുക എന്നുള്ള ആ മന്ത്രവും അയാൾ അങ്ങോട്ട് മറന്നുപോയി. അയാൾക്ക് എന്തൊക്കെ നോക്കിയിട്ടും അയാൾക്കൊന്നും ഓർമ്മ വരുന്നില്ല. അയാൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് നോക്കുന്നുണ്ട് വാതിലൊന്ന് തുറന്ന് കിട്ടാൻ. വാതിലാണെങ്കിൽ ഒട്ടും തുറക്കണമില്ല. പുറത്തുനിന്ന് വന്ന കള്ളന്മാർക്കോ അവിടെ കുറേ ഒട്ടകങ്ങളെയൊക്കെ അയാളിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടല്ലേ കാസിം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കള്ളന്മാർക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് ആരോ, ഗുഹയുടെ ഉള്ളിൽ നമ്മളുടെ രഹസ്യമൊക്കെ മനസ്സിലാക്കി ആരോ അതിൻ്റെ അകത്ത് കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അവർ വേഗം അവരുടെ ആയുധങ്ങളൊക്കെ എടുത്ത് വേഗം ഡും ഡും തുറക്കട്ടെ വാതിൽ എന്ന് പറഞ്ഞ് വേഗം ഗുഹയ്ക്കകത്തൊക്കെ അങ്ങോട്ട് കയറി. അപ്പം കാസിം വിചാരിച്ചു തൽക്കാലം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒളിച്ചിരുന്ന് നോക്കാമെന്ന് വിചാരിച്ച് അയാൾ ഒളിക്കാൻ പോയപ്പോഴത്തേക്കും ഈ കള്ളന്മാർ ഇയാളെ കണ്ടുപിടിച്ചു. അപ്പോൾ തങ്ങളുടെ രഹസ്യമൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിച്ച ആ ദേഷ്യത്തിൽ അവരെ കാസിമിനെ പിടിച്ച് കെട്ടി കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നുറുക്കി. അങ്ങനെ അത്യാഗ്രഹിയും ദുഷ്ടനുമായ കാസിമിൻ്റെ കഥ കഴിഞ്ഞു. അപ്പം കാസിം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ സ്വർണവും രത്നവും ഒക്കെ ഇങ്ങനെ അവർ അവിടെ ഇങ്ങനെ പെട്ടികളിലാക്കി വെച്ചിട്ടുണ്ടല്ലേ. ആ സ്വർണവും രത്നവും എല്ലാം ഈ കള്ളന്മാർ തിരിച്ച് അവർ വെച്ചിരുന്ന സ്ഥലത്തൊക്കെ എടുത്ത് വെച്ച് അവരെല്ലാവരും ഗുഹയുടെ വാതിലും അടച്ച് എല്ലാവരും തിരിച്ചു പോയി. കാസിമിൻ്റെ വീട്ടിലെ കാസിമിൻ്റെ ഭാര്യ കാസിം ഇപ്പം കുറേ ധനമൊക്കെ ആയിട്ട് വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാസിമിനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം നോക്കിയിട്ടും കാണാനില്ല ഈ കാസിമിനെ. അപ്പോൾ വൈകുന്നേരമായി തുടങ്ങി. അപ്പോൾ അവർക്ക് കുറേശ്ശെ പേടിയായി. കള്ളന്മാരുടെ സ്ഥലത്തേക്കായി പോയേക്കണേ, ഇനി വല്ലതും പറ്റിയിട്ടുണ്ടാവുമോ എന്ന് അവർക്ക് ഇങ്ങനെ പേടിയാവാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു, വേഗം ആലിബാബയുടെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ വിവരം പറഞ്ഞു. കാണാനില്ലല്ലോ, ഇതുവരെ അവിടെ പോയിട്ട് വന്നിട്ടില്ല, ഗുഹയിലേക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, ഒന്ന് ആലിബാബ പോയി അന്വേഷിക്കുമോ എന്ന് ചോദിച്ചു ആലിബാബയോട്. ഇത് കേട്ടപ്പോൾ ആലിബാബയ്ക്ക് വല്ലാണ്ട് പേടിയായി. ആലിബാബയ്ക്ക് അറിയാം ആ കൊള്ളക്കാർ അവരുടെ അടുത്ത് കുറേ ആയുധങ്ങളൊക്കെ ഉണ്ട്, എങ്ങാനും അവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ബാക്കി വെച്ചേക്കില്ല ചേട്ടനേന്നറിയാം.
അപ്പോൾ അത് കേട്ട് അലിബാബയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയായി. പക്ഷെ അലിബാബ ഈ കാസിമിൻ്റെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിഷമിക്കൊന്നും വേണ്ട, ചിലപ്പോൾ രാത്രിയായിട്ട് വരാമെന്ന് വെച്ചിട്ടായിരിക്കും, കുറേ കയ്യിൽ പെട്ടികളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ പകൽ സമയത്ത് വന്ന് വല്ലവരും കണ്ടു കഴിഞ്ഞാൽ എന്തായതാന്നൊക്കെ ചോദിക്കില്ലേ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ രാത്രിയായിട്ട് വരാമെന്ന് വെച്ചിട്ടായിരിക്കും ഇപ്പോൾ വരാത്തത്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യൂ, ഇന്നിവിടെ കിടക്കൂ, ഇനി നാളെ കാലത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ നാളെ പോയി അന്വേഷിക്കാമെന്ന് പറയും. പിറ്റേന്ന് കാലത്തായപ്പോഴും കാസിമിനെ കാണാനില്ല. അപ്പോൾ വേഗം അലിബാബ തൻ്റെ കഴുതകളെയും കൊണ്ട് വീണ്ടും ആ ഗുഹയുടെ അടുത്തേക്ക് പതുക്കെ ചെന്നു. അപ്പോൾ അവിടെ മുഴുവൻ നോക്കുമ്പോൾ എന്താ, ചോരത്തുള്ളികളൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അലിബാബയ്ക്ക് കാര്യം മനസ്സിലായി, കള്ളന്മാർക്ക് ചേട്ടനെ പറ്റിയുള്ള വിവരം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. വളരെ പേടിയോടെ ഡും ഡും തുറക്കട്ടെ വാതിൽ എന്ന് പറഞ്ഞ് ആ ഗുഹയുടെ വാതിൽ ഇങ്ങനെ പതുക്കെ തുറന്നു. അപ്പം നോക്കുമ്പോൾ എന്താ, കഷ്ണമാക്കി ഇട്ടേക്കാണ് ചേട്ടൻ്റെ ശരീരം. അവരെന്തിനാ കള്ളന്മാർ ചെയ്തതെന്നറിയോ, ഇനി വേറെ ആരെങ്കിലും വന്ന് ഉള്ളിലേക്ക് കടക്കണം എന്ന് വിചാരിച്ചാൽ അവർക്കതൊരു പാഠമാവട്ടെ, അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കള്ളന്മാരങ്ങനെ ചെയ്തതേ. അപ്പോൾ ഇത് കണ്ട് വല്ലാണ്ട് സങ്കടമായി അലിബാബയ്ക്ക്. അലിബാബയുടെ ചേട്ടനല്ലേ മരിച്ചു കിടക്കണത്. അപ്പോൾ അലിബാബ എന്നിട്ട് വേഗം ഈ മൃതശരീരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു ചാക്കിൽ കെട്ടി കഴുതപ്പുറത്ത് കയറ്റി വെച്ച് തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഈ അലിബാബയ്ക്ക് മോർജിയാന എന്ന് പറഞ്ഞ ഒരു അടിമയുണ്ടായിരുന്നു ഈ പണികളിലൊക്കെ സഹായിക്കാനായിട്ട്. ഈ മോർജിയാനെ തീരെ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ അലിബാബയുടെ ഭാര്യയും കൂടി എടുത്ത് വളർത്തിയതാണ് കേട്ടോ. അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ മോർജിയാനെ. മോർജിയാനയാണെങ്കിലോ നല്ല സ്വഭാവവും നല്ല ബുദ്ധിശക്തിയൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അലിബാബയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിഷ്പ്രയാസമാണ് ഈ മോർജിയാന അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക. അത്ര ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു ഈ മോർജിയാന. അപ്പോൾ അലിബാബയ്ക്ക് തോന്നി ആദ്യം ഈ വിഷമസ്ഥിതിയെപ്പറ്റി മോർജിയാനയോട് പറയാം. അപ്പം മോർജിയാന എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരും എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ മോർജിയാനയെ വിളിച്ച് അലിബാബ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് പറയും, മോർജിയാനയോട് പറയും, ഈ ചേട്ടൻ്റെ മരണം ഒരു സാധാരണ മരണമായിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നണം അല്ലേ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സ്വത്തൊക്കെ അലിബാബയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവർ പോയി രാജാവിൻ്റെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞ് പിന്നെ ആകെ പ്രശ്നങ്ങളാവില്ലേ. അപ്പോൾ അവരും വിചാരിക്കില്ലേ ചിലപ്പോൾ ഈ അലിബാബയും ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാന്ന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മോർജിയാനയോട് പറയും, നീ ഒന്നിരുന്ന് ആലോചിക്കൂ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറയും. അലിബാബ എന്നിട്ട് അകത്ത് പോയിട്ട് ഈ കാസിമിൻ്റെ ഭാര്യയോട് വിവരങ്ങളെല്ലാം പറയും. എന്നിട്ട് അലിബാബ അവരെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ കാസിമിൻ്റെ ഭാര്യയ്ക്ക് വല്ലാണ്ട് വിഷമാവും, ഭർത്താവ് മരിച്ചു എന്നറിയുമ്പോൾ. അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പൈസയ്ക്ക് ഇപ്പം എൻ്റെ അടുത്ത് ധാരാളം പൈസയൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങളിവിടെ തന്നെ താമസിച്ചോളൂ, ഞാനും എൻ്റെ ഭാര്യയും കൂടി നിങ്ങളെ നല്ല പോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കും. നമ്മുടെ മോർജിയാന ഇതിനിടയിൽ ഒരു വഴി കണ്ടുപിടിച്ചു കേട്ടോ, ആളുകളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. മോർജിയാന എന്ത് ചെയ്തു എന്നോ, ഉടൻ തന്നെ അടുത്തുള്ളൊരു മരുന്ന് കടയിൽ പോയി എന്നിട്ട് ചോദിക്കും, വലിയ വിഷത്തിനുള്ള മരുന്നുണ്ടോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ കടക്കാരൻ ചോദിക്കും, അയ്യോ എന്താ പറ്റിയേ, എന്തിനാ കരയണേന്ന് ചോദിക്കും. അപ്പം മോർജിയാന പറയും, എൻ്റെ യജമാനനായിട്ടുള്ള അലിബാബയുടെ സഹോദരന് പാമ്പ് കടിയേറ്റു, എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നേക്കണേ, ഇനി ആൾക്കാണെങ്കിൽ ഒരു ബോധമൊന്നുമില്ല, വിളിച്ചിട്ടൊന്നും മിണ്ടണില്ല, എന്താ വേണ്ടതെന്നറിയില്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ വേഗം തരൂ എന്ന് പറയും. എന്നിട്ട് കടക്കാരൻ കൊടുത്ത ഒരു മരുന്നുമായിട്ട് തിരിച്ചു പോകും. പിറ്റേ ദിവസം വീണ്ടും കാലത്ത് എന്നിട്ട് പറയും, അയ്യോ ആ മരുന്നുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല, അലിബാബയുടെ സഹോദരൻ ഇപ്പം മരിക്കുന്നാണ് തോന്നണത്, എന്താ വേണ്ടതെന്നറിയില്ല, നിങ്ങൾ വേറെന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അത് തരൂ എന്ന് പറയും. അതുപോലെ ഈ മോർജിയാന തിരിച്ചു വരുന്ന വഴിയിൽ എല്ലാ ആളുകളോടും പറയും, ഇങ്ങനെ പാമ്പ് കടിയേറ്റ് തീരെ അവശനായിട്ട് കിടക്കുകയാണ്, എപ്പോഴാണ് മരിക്കുക അറിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും വിചാരിക്കും പാമ്പ് കടിയേറ്റ് അവശസ്ഥിതിയായി, ചിലപ്പോൾ ഇപ്പം മരിക്കുമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലാവും ഈ അലിബാബയുടെ സഹോദരൻ മരിച്ചിട്ടുണ്ടാവും, അതാവും അവരെല്ലാവരും കരയണേന്ന് മനസ്സിലാവും.
നല്ല ബുദ്ധിയുള്ള മോർജിയാന അത് മാത്രമല്ല ചെയ്തത് കേട്ടോ. മോർജിയാന പിന്നെ എന്താ ചെയ്തതെന്നോ, വേഗം നഗരത്തിൽ തന്നെ അടുത്തുള്ള ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്ത് പോയി കേട്ടോ. ചെരുപ്പ് കുത്തിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ നന്നായി തോലൊക്കെ തയ്ക്കുന്നതല്ലേ, ഒരു കാര്യം ചെയ്യുമോ, എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഈ തോല് തയ്ക്കാനുള്ള ഉപകരണങ്ങളൊക്കെ എടുത്തിട്ട് വരുമോ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, നിങ്ങളുടെ കണ്ണ് ഞാൻ കെട്ടിക്കൊണ്ടേ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ പറയും. അപ്പം ആദ്യം അത് കേൾക്കുമ്പോൾ അയാൾക്ക് അത്ര സമ്മതമാവില്ല കേട്ടോ. ഈ മോർജിയാന എന്ത് ചെയ്യുന്നറിയോ, വേഗം പറയും ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം തരാമെന്ന് പറഞ്ഞിട്ട് വേഗം കയ്യിൽ നിന്നൊരു സ്വർണ്ണ നാണയം എടുത്ത് കൊടുക്കും. സ്വർണ്ണ നാണയം കണ്ടപ്പോൾ ചെരുപ്പൂത്തിക്ക് സന്തോഷവും, പൈസ കിട്ടുന്ന കാര്യമല്ലേ, അപ്പം എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് അയാൾ അതിനൊക്കെ സമ്മതിക്കും. എന്നിട്ട് മോർജിയാന അയാളുടെ കണ്ണൊക്കെ കെട്ടി അയാളെ നടത്തി ഈ ആലിബാബയുടെ വീടിൻ്റെ നിലവറയിലെത്തിക്കും. അപ്പം അവിടെ ഇരുട്ടത്തിരുന്ന് അയാൾ ഈ ശവം അപ്പം എന്നിട്ടാണ് മോർജിയാന ഇങ്ങനെ പറയുന്നത്, ഈ ശവമാണ് തുന്നിക്കെട്ടി സാധാരണ ആളുടെ പോലെ ആക്കേണ്ടത് പറയും. അപ്പം ഞാൻ ഇത് ചെയ്തു തന്ന് നിങ്ങളിത് ആരോടും പറയാതിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും ധാരാളം സ്വർണ്ണ നാണയം തരാമെന്ന് പറയും. അപ്പം ഇത് കേട്ട് ഇതൊക്കെ ഈ ചെരുപ്പ് കുത്തി മുസ്തഫ എന്നാണ് കേട്ടോ അയാളുടെ പേര്, മുസ്തഫ ഇതൊക്കെ സമ്മതിക്കും. അപ്പം മുസ്തഫ അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുത്ത് ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊടുത്ത് ഈ മോർജിയാന അയാളെ വീണ്ടും അയാളുടെ കടയിൽ വീണ്ടും കണ്ണൊക്കെ കെട്ടി തിരിച്ചു കൊണ്ടുവന്നാക്കും. എന്നിട്ട് മോർജിയാന തിരിച്ച് വന്നിട്ട് ശവത്തിൻ്റെയൊക്കെ പുറത്ത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി പട്ടുവസ്ത്രങ്ങൾ കൊണ്ടൊക്കെ മൂടി ശവപ്പെട്ടിയിലെടുത്ത് വയ്ക്കും. എന്നിട്ട് നാട്ടുകാരെയൊക്കെ വിളിച്ച് വിവരമൊക്കെ പറഞ്ഞ് ഈ കാസിമിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നടത്തും. അലിബാബയുടെ ബാക്കി കഥയായിട്ട് കഥമുത്തശ്ശി വീണ്ടും വരാട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.